27 നക്ഷത്രങ്ങൾ 3 വ്യത്യസ്ത ഗണങ്ങളിൽപ്പെടുന്നു. ശിവ, വിഷ്ണു, ബ്രഹ്മ എന്ന് പറയുന്ന ഈ 3 ഗണങ്ങളിലാണ് 27 നക്ഷത്രങ്ങൾ പെടുന്നത്. ഇതിൽ ശിവഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് ഉള്ള പ്രത്യേകത, ഓരോ ഗണത്തിലും 9 നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശിവഗണത്തിൽപ്പെടുന്ന 9 നക്ഷത്രങ്ങളും അവരുടെ പൊതു സ്വഭാവം. ഈ ഗണത്തിൽപ്പെടുന്ന ഒരാൾക്ക് വീട്ടിലുള്ളത് തന്നെ ഐശ്വര്യമാണെന്ന് പറയും. ഇവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ശിവന്റെ ഒരു അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. ക്ഷുദ്രകോപികളാണ് ഇവർ. അതുപോലെ തന്നെ ശിവനെ പോലെ തന്നെ എന്ത് ആപത്ത് ഘട്ടമെന്നാലും ഇവർ അവരുടെ കൂടെ തന്നെ, സുഹൃത്തുക്കളുടെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കും. ഇവരുടെ കഴിവിൽ ഉത്തമ ബോധ്യം ഉണ്ടാകും. ഇവരുടെ സമൂഹം കഴിവില്ലാത്തവനായി മുദ്ര കുത്തും. ഇവരുടെ ഉള്ളിലെ കഴിവ് ഇവർക്ക് തന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. ഇവരുടെ കഴിവ് പൂർണ്ണമായിട്ട് തന്നെ ഇവർ തന്നെ പുറത്തിറക്കും. നക്ഷത്രക്കാർ കർമ്മത്തിൽ ഏർപ്പെട്ടാൽ അത് വിജയിച്ചിട്ടേ പുറത്തു വരുള്ളൂ. അത് വിജയിച്ചിട്ട് ബാക്കി എന്ത് കാര്യം ഇവർ ചിന്തിക്കുള്ളൂ. അതുപോലെ തന്നെ ഇവർ ദേഷ്യം കൂടുതലായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും. കൂടാതെ മറ്റുള്ളവരുടെ സഹായം തേടാതെ ഇവർ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കുന്നതായിരിക്കും. തീർന്നു ചിന്തിക്കുന്നിടത്തായിരിക്കും ഇവരുടെ തുടക്കം. അങ്ങനെയുള്ള നക്ഷത്രക്കാർ ഇവരാണ്: കാർത്തിക, തിരുവാതിര, ഉത്തരം, ഉത്തരാടം, മൂലം, ആയില്യം, മകം, തിരുവോണം എന്നിവരാണ് ആ നക്ഷത്രക്കാർ. ആയില്യം, മകം ഒക്കെ ഉണ്ട് കേട്ടോ ഈ നക്ഷത്രക്കാരുടെ അടുത്ത്. അത് ജസ്റ്റ് ഒന്ന് വിട്ടുപോയതാ. പൂരം, പൂരാടം, ആയില്യം ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ജ്യോതിഷ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.